തുള്ളിക്കാൻ പോയിട്ട് തുള്ളിക്കൊണ്ടു നിൽക്കുന്നു. മന്നാടിയാമ്മരെ അടക്കാൻ കഴിയില്ലെങ്കിൽ നീക്കുന്ന കാക്കിട്ട് കിടക്കുന്നു. മാമ പിന്നെ കാവ്യാണ് ഇട്ടിരിക്കുന്നത്. അല്ല, ആനയ്ക്കാവാത്തത് അണ്ണാനാവോ മാമ? ഇല്ല, അണ്ണാന്മാർക്ക് കഴിയൂടാ മരുമോനെ. ഇനി മന്നാടിപുരത്ത് 2 പോലീസ് വേണ്ട. ഒന്നുകിൽ നമ്മള്, അല്ലെങ്കിൽ മന്നാടിയാർ പോലീസ്. ഇങ്ങനെ പോയാ മന്നാടി പോലീസ് മതിയെന്നാ പറയുന്നേ. ആര് പറഞ്ഞു? ആ മന്നാടിയാർ പെണ്ണ. അവൾ ആരെ? ഇവിടുത്തെ രാജകുമാരിയാ. അവളെ പേടിച്ച് മന്നാടിപുരത്ത് ആണുങ്ങൾക്ക് വഴി നടക്കാൻ വയ്യെന്നായി. അവളെയും അവളുടെ ആങ്ങളമാരെയും അടക്കിയിട്ട് SI പരവഞ്ഞ് വീട്ടിലേക്കുള്ളൂ. എന്നാ മാമിയോട് ചെന്ന് പറയട്ടെ, മാമനെ മറന്നേക്കാൻ. ആർച്ച വരണ്ടു. ആർച്ച തരേണ്ടത് ഇവിടെയാണോ പറയുന്നത്? വരണ്ടതല്ല, വരണ്ടു. അവള് വരേണ്ടതിന് നമ്മളെന്ത് വേണം? മാമ, വരേണ്ടത് അവളല്ല, മന്നാടിയമ്മയുടെ ആർച്ചാന്ന കൊമ്പനാനയാ. മതി, മന്നാടിയമ്മരകത്താക്കാൻ ഇത് മതി. ആദ്യം ആന, പിന്നെ ആനയുടെ ഉടമ ഗജേന്ദ്ര മന്നാടിയ. അതെ, ഗുണ്ട്. മന്നാടിയാന്മാരുടെ അഭിമാനമാകാൻ പോകുന്ന ഗജേന്ദ്ര ഗുണ്ടിന്റെ ഉദ്ഘാടനം. മന്നാടിയാർ പടക്ക കമ്പനിയിലെ പരീക്ഷണശാലയിൽ നീണ്ട നാളത്തെ എന്റെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ഈ ഗുണ്ട്. തൃശൂർ പൂരത്തിന് പാറമേക്കാവുകാർക്ക് വേണ്ടി പൊട്ടിക്കാനുള്ള ആനഗുണ്ട്. ഇത് പൊട്ടുമ്പോൾ ആനകൾ ചാടും. അതെ വീരേന്ദ്ര, സംശയമുണ്ടോ? ഒരു സംശയമുണ്ട്. പറയൂ. ആന ചാടുമ്പോ പൂര അലമ്പാവൂലണ്ണ. ജീവനുള്ള ആനയല്ല മണ്ട. ഈ ഗുണ്ടിൽ നിന്നും പൊട്ടിവിടരുന്നത് വർണ്ണ പകിട്ടുള്ള കടലാസ് കൊണ്ടുള്ള ആനകൾ. അവ ആകാശത്ത് നൃത്തം വെക്കും. അങ്ങനെ മന്നാടിയാന്മാരുടെ പേര് പൂരം കാണാമെന്ന ദശലക്ഷങ്ങളുടെ ചുണ്ടിൽ തത്തിക്കളിക്കും. ഗജേന്ദ്രഗുണ്ട്, ഗജേന്ദ്രഗുണ്ട്, ഗജേന്ദ്രഗുണ്ട്. മന്നാടിയാരെ, എന്താ വക്കീലേ, എന്താ? എടുക്ക്. എന്നെയല്ല, എന്നെ ഇട്ടിട്ട് ജീപ്പ് എടുക്കാൻ. അയ്യോ അയ്യോ അയ്യോ, ആർച്ച പിണങ്ങി നടു റോട്ടിൽ കിടന്ന് താണ്ഡവം ആടുക. ഈ മന്നാടിപുരം മുഴുവൻ ഞങ്ങളുടെ പെങ്ങൾ താണ്ഡവം ആടിക്കോട്ടെ. ആരാടാ ചോദിക്കാൻ? പെങ്ങളുടെ താണ്ഡവം റോട്ടിലല്ലേ, വക്കീലിന്റെ നെഞ്ചത്തൊന്നും അല്ലല്ലോ. അയ്യോ, പെങ്ങളല്ല, പെങ്ങളുടെ പേരുള്ള നമ്മുടെ ആനയാ വരേണ്ടത്. പോലീസ് പോയി കഴിഞ്ഞു. പോലീസ് പോയെങ്കിൽ പോട്ടെ, നമുക്ക് എന്താടാ? എന്താ, നിനക്ക് സംശയമുണ്ടോ? പൊട്ടാനായോ? അയ്യോ, അതാ കൃഷ്ണൻകുട്ടി പറ്റിച്ച പണിയാ. അവനെന്താ ചാരായം കൊടുത്തു ആനയ്ക്ക്? അല്ല, ആനപ്പുറത്ത് എപ്പോഴും ആരെങ്കിലും ഇല്ലെങ്കിലേ അവ വരണം. ആ കൃഷ്ണൻകുട്ടിയോട് ഒരു കാലിൽ കൂടി കയറാൻ പറഞ്ഞിട്ടാ ഞാൻ മറ്റേ കാലിൽ കൂടി ഇറങ്ങിയത്. ആ സമയത്ത് അവൻ വായ നോക്കിയിരുന്നു. ആരെങ്കിലും ആനയുടെ പുറത്തൊന്ന് കയറി കിട്ടിയാലേ അവൻ അടങ്ങും. ആരെങ്കിലും മതിയോ? മതിയെന്നേ, ആരെങ്കിലും ഒരാളെ കിട്ടിയാ മതി. ദൈവമേ, നാട്ടാരെ, ഈ ജന്തുവിനെ ആരെങ്കിലും കയറെടുത്തൊന്ന് കെട്ടിടണ്ടോ? ആനെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണല്ലോ, നീ ഇങ്ങോട്ട് കയറി വരണോ? പ്രാണം പോണ സമയത്ത് ഇരുന്ന് തൊലിക്കണേ. കുറെ നേരമായല്ലോ മനുഷ്യന്റെ പുറത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ തോന്നിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ? അയ്യോ, അയ്യോ, ആരാ? അയ്യോ, രക്ഷപ്പെട്ടു. ആരെങ്കിലും പിടിക്കണേ. അയ്യോ, എവിടാ എവിടാ ഇതിനെ പിടിക്കുന്നത്? അയ്യോ അമ്മേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നീ അപ്പൊ കാട്ടി പോവാൻ കാട്ടാനാണോ? അയ്യോ, ഞെളിഞ്ഞിരിക്കാൻ ആനയെ തളിക്കണേ. പാപ്പാനെ, പാപ്പാനാ? പാപ്പാ നിന്റെ മറ്റവൻ വണ്ടി പുറകോട്ടാ. സാറേ, അതും സാറാ, സേതു സാറ്. ഏത് കൂത്ത സാറ്? ആന മുന്നോട്ട് വരുന്നു. ആ ജന്തുവിന്റെ മസ്തം നോക്കി വെക്കലാ വെടി. മാമ, മുകളിലിരിക്കുന്ന ജന്തുവിനെയോ താഴെ നടക്കുന്ന ജന്തുവിനെയോ? താഴെയുള്ള ജന്തുവിന്റെ വെക്കലാ വെടി. വെടി വെക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ട് വെടി വെക്കാൻ പറ്റിയ മാനെ. ഇനി അവൻ മന്നാടിയന്മാരുടെ വീട്ടിൽ നിൽക്കൂ, അല്ലെങ്കിൽ മന്നാടിയന്മാർ ഇവിടെ വരണം. അതാ അവന്റെ സ്വഭാവം. അവന്മാര് വരാൻ തളയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊരു കൈ നോക്കേ.
കൈനോട്ടം കൊണ്ടൊന്നും ആനയെ തളയ്ക്കാൻ പറ്റത്തില്ല. ഇതിന്റെ പാപ്പാനെവിടെ? ഈ ജന്തുവിന്റെ പാപ്പാനെവിടെ? നിർത്തൂ നിർത്തൂ വണ്ടി നിർത്തൂ വണ്ടി നിർത്തൂ കരിഭൂതങ്ങള് പിടിയിടാ അവനെ. അയ്യോ കരിഭൂതങ്ങൾ പിടിക്കാൻ വരുന്നത്. അയ്യോ ഏമാമാരായിരുന്നു. മനസ്സിലായില്ല ഇതൊക്കെ ഭയങ്കര എന്താടാ? ആനയെ തളച്ചു, നമ്മുടെ ആർച്ചാനയെ തളച്ചു. മന്നാടിയാന്മാരുടെ ആനയെ തളയ്ക്കാൻ ഇവിടെ ആർക്കാണ് ധൈര്യം ഉണ്ടായത്? പറയടാ പറയടാ. ആനയ്ക്ക് മതവളയാൽ തളയ്ക്കാം, മന്നാടിയാന്മാർക്ക് മതവളയാൽ ഉണ്ടല്ലോ. ബസ്സിൽ വന്നൊരു പാപ്പാനായ മാനെ ആ താപ്പാന. അവന്റെ കുടൽമാനയെടുത്ത് ഗജേന്ദ്ര ഗുണ്ടിലിട്ട് പൊട്ടിച്ചിട്ട് ഇനി മന്നാടിയാന്മാർക്ക് ഉറക്കം വരൂ. എനിക്കും. നീ മന്നാടിയാനാണോ? എല്ലാവരും കേരള. നീ എവിടേക്കടാ? നീ പോയി 3 മുൻകൂർ ജാമ്യം എടുത്തു നോക്കി. അല്ല, ഞാൻ പോയി കോട്ട്. ഇനി എന്തിനാടാ കോട്ട്? ഈ കറുപ്പ് പോരെ? പോടാ. അണ്ണാ ഒരു സംശയമുണ്ട്. സംശയം നിന്റെ കേരളം. വണ്ടി എടുക്ക. നിക്കാനേ നിക്കാൻ. നിക്കാനവിടെ നോക്കി നിൽക്കാൻ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്. ഏതീ കരിമ്പൂതങ്ങള്? ആനപ്പാപ്പന്മാരാ? ആനയുടെ മുതലാളിമാരാണെന്ന് പറഞ്ഞു കൊടുക്കണം. അയ്യടാ, ആനയുടെ മുതലാളി എന്ന് പറഞ്ഞ ആനയ്ക്ക് മാച്ചായി ഡ്രസ് ഇട്ടുകൊണ്ട് എടുക്കാം. തമാശ കളിക്കാണ്ട് ആളെ താഴെ ഇറക്കണ്ടോ? നിർത്തടാ. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പൊ പ്രാന്തുണ്ടോ? കാലുമൊക്കെ പിന്നെ ആന കാലല്ലാണ്ട് പിന്നെ കൈ വെക്കോ? എടാ നോക്കിയിരിക്കാതെ താഴോട്ട് ഇറങ്ങണം. താഴോട്ടല്ല പിന്നെ മേളിലോട്ട് ഇറങ്ങാൻ പറ്റൂ. നോക്കി നിൽക്കാതെ അയാളെ താഴ്ത്തിറക്കി നീ മോളിൽ കയറി. ആവുന്നുണ്ട്. അങ്ങോട്ട് ഇറങ്ങ്. ഏത് കാല്? ഞാൻ പിടിക്കാൻ അങ്ങോട്ട് വാ. കൈ തരാം. ഇങ്ങട് വാ. പിടിച്ചോ. ആനതേ ഇവന്റെ അടുത്ത് കളിക്കുന്നവര് എന്റെ അടുത്ത് കളിച്ചിട്ടില്ലേ? മോന്താടെ ശൈപ്യം മാറ്റി കളയും. ഈ മതയാനെ അതിന്റെ പാപ്പമാരെ അറസ്റ്റ് എന്തിനാ? എന്തിനാണെന്നോ? കൊലയാനിയെ കയറൂരി വിട്ടതിന്, പെരുവഴി കുളം തോണ്ടിയതിന്, സർക്കാർ വണ്ടി ശവവണ്ടി ആക്കിയതിന്, എന്നെ പോലെ അഡ്വക്കേറ്റിന്റെ ജീവൻ എടുത്തിട്ട് അമ്മാനം മാറിയതിന്. മനസ്സിലായോ? എടോ, കാട്ടാനകളെ വാങ്ങിയാ പോരാ, നേരെ വളർത്താനും പഠിക്കണം. പട്ട കൊടുക്കുന്നവരൊരു പട്ട കുടിപ്പിച്ചാൽ അതിനെ വളർത്തേണ്ടത്. ആനയെ അറസ്റ്റ് ചെയ്യൂ. IPC 420 വകുപ്പ് പ്രകാരം ഈ സാമൂഹിക വെടിവെച്ച് കൊല്ലാൻ റൈറ്റ് ഉണ്ട്. അതിന് റൈറ്റ് അല്ല, റൈഫിളാണ് വേണ്ടത്. അറിയാം. ഈശ്വര, താനിതൊരു ജാമ്യം എടുക്കാൻ പോയില്ലേ? ഇത്തരം സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിൽ ഒരു വക്കീലിന്റെ സാന്നിധ്യം അനിവാര്യമാണ് മന്നാടിയാരെ. ഇവിടെ ഒരു അടിക്ക് സ്കോപ്പ് ഉണ്ട്. ഞാൻ നോക്കണ്ട, കൊണ്ടുപോയ പോലെ തന്നെ എന്റെ ആനയെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. നീ ആരാ? അങ്ങനെ പോയാലോ? നാട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് പോയാൽ മതി. അവന്റെ കുറുമ്പിന് ആർക്കാടാ നഷ്ടപരിഹാരം തരേണ്ടത്? തന്തയ്ക്ക് പിറന്നവന്മാരുണ്ടെങ്കിൽ കൈ നീട്ടടാ. ഞാൻ നഷ്ടം പരിഹരിച്ചു തരാടാ. ആർക്കാടാ നഷ്ടപരിഹാരം വേണ്ടത്? എനിക്ക് വേണം. ക്ഷമിച്ചിരിക്കുന്നു. വഴിപോക്കറാണെന്ന് കരുതിയ ഈ സ്ഥലം വെടക്ക് പണിയെടുക്കടാ. മണ്ണിനുണ്ടോ വടക്കും തെക്കും? നീ ഇവിടെ വടക്ക് നോക്കുന്നു, ബസ് പോകും. ഞാനുണ്ട്. ഞാൻ നിനക്ക് തന്ന ഓരോ അടിയും നിന്റെ മന്നാടിയാന്മാരുടെ കരണത്താ കൊണ്ടത്. അല്ലേ അമ്മാനെ, അടി മുഴുവൻ എന്റെ കരണത്താ കൊണ്ടത്. നീയായിരുന്നോ? തിന്നുന്ന ചോറിൽ മണ്ണിടരുത് മാമാ. നീ മണ്ണിടെന്നറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോ ചോറ് ഉണ്ണാറില്ല. എന്താ കാര്യം? തെക്കും വടക്കും അറിയാത്ത ഒരു വക്കീലിനെ കൈ കിട്ടിയിട്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കാതെ ഈ ആനയെ കസ്റ്റഡിയിൽ എടുത്ത് തീറ്റി പോറ്റാൻ മാമന്റെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചിനി? അങ്ങോട്ട് കേസ് വാദിക്കാൻ അവനെ മതി. ശരിയാ, ഇന്ന് ആനയെ തളച്ചവൻ നാളെ ആർച്ചയെ തളക്കില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ ആർച്ചയെ പാരും തളയ്ക്കണ്ട, അതിന് ഞാനുണ്ട്. ഈ ആനയെ തളച്ച വക്കീൽ എവിടെ? മന്നാടിയാന്മാർക്ക് ശരിക്കും കൊണ്ടില്ലേ? അങ്ങനെ നാറിയില്ലേ മന്നാടിക്കാരം? ഏതോ ഒരു വഴിപോക്കൻ വക്കീലിനോടും പോലീസിനോടും അങ്ങാടിയിൽ തോറ്റിട്ട് വന്ന് നിൽക്കുന്നു. നാണമാവില്ല എന്റെ ചേട്ടന്മാർക്ക്. പോ, വണ്ടി എടുക്കടാ. മന്നാടിയാന്മാരുടെ ശൗര്യം അവന് കാണിച്ചു കൊടുക്കാം. എന്നാ ഞാൻ കോടതി പോയി ഒരു കാൽ ദിവസം മുൻകൂർ ജാമ്യം എടുത്തിട്ട് വരാം. നിക്ക്. വെട്ടി നുറുക്കാനല്ല അവനെ കാണാൻ പറഞ്ഞത്. അവൻ നമുക്കെതിരെ വാദിക്കാതിരിക്കാനാ. വാദിക്കാതിരിക്കാനോ? അതെ, ആ പോലീസുകാർ അയാൾ അവരുടെ വക്കീലായി നിയമിച്ചിരിക്കും. ഈ മന്നാടിപുരം കാണാത്ത കേൾക്കാത്ത ഒരു വക്കീലിനെ അവർക്ക് ആവശ്യം. അറിയാത്തവന് പേടിയില്ലല്ലോ. അവർ അവനെ ക്ഷണിച്ചുകൊണ്ട് വരുന്നതിന് മുൻപ് മന്നാടിയാന്മാർ ഇവിടെ വിളിച്ചുകൊണ്ട് വരണം. എന്തിന്? നമ്മുടെ കുടുംബ വക്കീലായി ഇവിടെ വാഴിക്കാൻ. അപ്പൊ ഞാനോ? മന്നാടിയാന്മാരുടെ തൊഴുത്തിൽ കുറെ ചാവാലി കാളകളുണ്ട്. അതിലൊരാളായി കൂട്ടിക്കൊള്ളാം. പോരെ? എന്താ കാളെ പോരെ? അയ്യോ, നീ കണ്ടതല്ലേ മാധവ, മന്നാടിപുരം ചന്തയിലെ മന്നാടിയാന്മാരുടെ മതവിളക്കം. അവർക്കെതിരെ വാദിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് 2 പാട്ടറിയാം. ഒന്ന് ഞാൻ മറന്നുപോയി, മറ്റേത് ഞാൻ കഴുത്താർത്താലും പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി നിന്റെ. സ്റ്റെപ്പ് കയറി വന്ന മഹാലക്ഷ്മിനെ തട്ടി കളയിലെ സേതുരാമ. ചിലപ്പോ ഈ കേസ് കൊല്ലല്ലോ മന്നാടിപുരത്തുനിന്ന് ഇങ്ങോട്ടുള്ളത്. സാധാരണ ഇതുപോലുള്ള കേസുകൾ ഇദ്ദേഹം അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ നിങ്ങളെ പോലുള്ള പോലീസുകാർ വന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കപ്പെടാത്ത കൊലക്കേസുകൾ മാത്രമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. അതെ. അതെ, ഇതും കൊലക്കേസാകേണ്ട കേസാ. ഇവൻ അവൾക്കൊരു പൂ കൊടുത്തു. ആർക്ക്? മന്നാടിയന്മാരുടെ പെങ്ങൾ ആർച്ചയ്ക്ക്. അവള് പൂ വാങ്ങിയവന് കൊടുത്തു. അവളുടെ ആങ്ങൾക്ക് ഞാനൊന്ന് കൊടുത്തു. അയാൾ വീണ്ടും എനിക്കൊന്ന് തന്നു.
ഞാൻ അയാൾക്ക് വീണ്ടും ഒന്ന് കൊടുത്തു. അപ്പോൾ അയാൾ എനിക്കൊന്ന് തന്നു. അതങ്ങനെ കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുക. ഇവര് പാരമ്പര്യമായിട്ട് കൊടുപ്പുകാരാണേ. അതിനിടയ്ക്ക് എന്റെ ജോലിയും പോയി. ഇതൊന്നും അവസാനിപ്പിക്കണ്ടേ? അല്ല, എങ്ങനെ അവസാനിപ്പിക്കാനാ? ഞങ്ങളുടെ ഒരു വക്കീലിനെയും മന്നാടിപുരത്ത് കാലുകുത്താൻ ആ മന്നാടി ഞങ്ങള് തന്നെ സമ്മതിക്കാറില്ല അല്ലേ മാമ? അതെന്താ? വന്നവരൊന്നും ഞങ്ങൾക്ക് വിശ്വാസമായില്ല. തേടിയ വാല് കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഉശിരും വീറും വാശിയുള്ള ഒരു വക്കീലിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളെ കൈവടിയരുതേ. കേസ് ഞങ്ങൾ ഏറ്റെടുത്തു. ആർച്ചയുടെ വായിലെ നാക്ക് കരിനാക്കാടാ. അല്ലണ്ണ വന്നിട്ടില്ലേ? പെങ്ങള് പറഞ്ഞതുപോലെ പരമൻ വക്കീലിനെ വാങ്ങിപ്പോയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പോട്ടടാ പോട്ടെ, ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങും. കരയുന്നു പുഴ ചിരിക്കുന്നു, കയുന്നു പുഴ ചിരിക്കുന്നു. ഈ പ്രാവശ്യം നോക്കിക്കോ, പുഴ പൊട്ടിച്ചിരിക്കും. മതിയടോ അഹങ്കരിച്ചത്. ഒരു മൂളിപ്പാട്ട് പാടി അഹങ്കാരം എന്ന് പറയുന്ന നാടാടത്. നല്ല കാറ്റല്ലേ? കാറ്റ് പോവാൻ നേരമാവുന്നേ ഉള്ളൂ. അതാണല്ലേ അക്കരെ പച്ച. അക്കരെ പച്ചൊന്നുമല്ല, അത് തെങ്ങും തലപ്പാ. നീ ഒന്നും മിണ്ടാതിരിക്കും. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എന്താ? നോക്കിയാലോ സേതു, ചട്ടികൾ പറഞ്ഞു. ചട്ടികൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അയ്യോ, ഇതൊരു പതിവില്ലാത്ത ചട്ടികളാണല്ലോ. അത് അസ്ഥികൾ ഒഴുക്കി വിടുന്ന ചട്ടികളായിരിക്കും. അസ്ഥികളല്ല മന്നാടിയന്മാരെ ചതിച്ച നീ ഒന്നും മന്നാടിപുരത്ത് കാലുകുത്തില്ലടാ. നരേന്ദ്ര, അടിച്ചൊതുക്കട ഇവന്മാരെ. ഈ കറുത്ത കോട്ടിട്ട പന്നി എവിടെ പോയി? അയ്യോ, നീ എന്തിനടാ മുങ്ങണേ? പോയി അവന്മാരെ അടിക്കടാ. എടുക്കടാ. എങ്ങോട്ടെന്നെ കുതിരാനെ കൊണ്ടുപോണാലും കൊണ്ടുപോണേ. ഞാൻ ചത്തിട്ടില്ല. കുഴിച്ചിടാനാ? മിണ്ടരുത്, മിണ്ടരുതെന്നാ പറഞ്ഞത്. നാക്കി അപ്പിട്ടെടുക്കും കൊണ്ടാരമേ. നീ പിടിച്ച് കെട്ടവനെ. ദൈവമേ, സ്വന്തമായിട്ടൊരു പടക്ക കമ്പനി ഉണ്ട് വിചാരിച്ച് ഇങ്ങനെയുണ്ട് ഒരു വൃത്തിയായിട്ടൊരു വെടിക്കെട്ട് ശിക്ഷ. അതെ, ഇതാണ് മന്നാടിയാന്മാരുടെ ആചാരം. മന്നാടിയാർ പെണ്ണിനെ കരയിപ്പിച്ച ഇവരെ എരിത്തിയിലെറിയട വീരേന്ദ്ര. ഞങ്ങളെ തീയിലെറിഞ്ഞ ഞങ്ങൾ ഫ്രൈ ആവില്ലേ? ഞങ്ങളെ പുഴയിലെറിഞ്ഞാൽ മതി ചേട്ടന്മാരെ. ആരടാ നിന്റെ ചേട്ടൻ? നിനക്ക് ഞങ്ങളുടെ പെങ്ങളെ കോടതി കയറ്റി വിസ്തരിക്കണം, അല്ലടാ പരമനാറി. ആർച്ചയെ തൊട്ട് കളിച്ച ഒരുത്തരം വെറുതെ വിടില്ല. സ്ത്രീകളെ തൊട്ട് കളിക്കേണ്ട പ്രായം ഞങ്ങളുടെ കഴിഞ്ഞ ചേട്ടന്മാരെ. ഞങ്ങൾ രക്ഷിക്കൂ പ്ലീസ്. ഈ പരദേശികളെ കത്തിച്ച് ചാരമാക്കട്ടെ മന്നാടിയാരെ. ഞങ്ങളെ ചാരമാക്കൂ മന്നാടിയാർ. രഘുരാമ, നിനക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല.
മന്നാടിയാന്മാർക്കെതിരെ പോലീസുകാരോടൊപ്പം ഞാൻ നിൽക്കാൻ പ്രേരിപ്പിച്ചത് നീയല്ലടാ. ഏതു തമാശ കളിക്കരുത്, പടക്കക്കളിയാണ്. കളി മുഴുവൻ കളിച്ച നീയല്ലടാ കാട്ടുകള്ള. ഇനി നിന്റെ ഒരു കളിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. മന്നാടിയാന്മാരെ കള്ളക്കേസിൽ കൊടുക്കാമെന്ന കരിങ്കാലിയല്ലടാ നീ. കരിങ്കാലി നിന്റെ മറ്റവൻ. പറയടാ ചൂലേ, മന്നാടിയാന്മാർ അറിയട്ടെ നിന്റെ തനിതം. പൊന്നു മനസ്സുള്ള തമ്പുരാക്കന്മാർ സുഖിച്ചു വാഴുന്നത് കണ്ടിട്ട് അസൂയ മൂത്ത കോപ്പറാണിവൻ. പോയി പറയടാ നിന്റെ പോലീസുകാരോട് ആർച്ചക്കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ആർച്ചക്കുഞ്ഞിനെതിരെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും മാധവാ. ഗുമസ്തരാണെന്നൊന്നും ഞാൻ നോക്കൂല. കത്തിച്ചു കളയടാ ഈ മുള്ളമ്പന്നിയെ. നിർത്തടാ. ഇപ്പൊ എന്താ പറഞ്ഞത്? കത്തിച്ചു കളയടാ മുള്ളം പന്നിയെന്ന്. അത് ഞാൻ. നീ എന്താ പറഞ്ഞ? ദൈവമാണ്. മാനവും മര്യാദയുമായി നാടുവാഴി കഴിയുന്ന മന്നാടിയാമാരെ പറ്റി പരദൂഷണം പറയുന്ന ഇവനാണ് ചെകുത്താൻ. സേതുരാമൻ, ഞാൻ മിണ്ടരുത് നീ. ആർച്ചയെ അപമാനിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ചതിയൻ ചന്തുവാണിവൻ. കത്തിച്ച് ചാമ്പലാക്കൂ ഇവനെ. നിർത്ത്. എടാ നീയാണല്ലേ ഞങ്ങളുടെ പെങ്ങൾ അവമാനിക്കാൻ വന്നവൻ. തല്ലിക്കൊല്ലു ഞാൻ. ചേട്ടാ, ഞാൻ ഞാനൊന്ന് തല്ലി കൊന്നാലും മന്നാടിയാരെ നിങ്ങൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ ഞാൻ വാദിക്കും. ഈ ദ്രോഹി കാരണമാണ് തങ്കപ്പെട്ട മന്നാടിയാമാരെ കുറിച്ച് അരനിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്. പുഴ കടന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ്, അല്ലാതെ കാക്കിയിട്ട് അസുരന്മാർക്ക് വേണ്ടി വാദിക്കാനല്ല. എന്നെ വിശ്വസിക്കും മന്നാടിയാർ. IPC 340 സത്യം. വ്യാജ വക്കീലല്ലേടോ താൻ? ഇതാരാണ് ഈ വെള്ളപ്രാണി? ഞാൻ ഈശ്വരൻ. ഈശ്വരൻ വക്കീൽ, മന്നാടിയമ്മാരുടെ കുടുംബ വക്കീൽ. ഇതുപോലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വക്കീലന്മാരെ വെച്ച് വാദിച്ച് അത്താഴം കഞ്ഞിയാക്കുന്നതിനേക്കാൾ ഭേദം എന്നെപ്പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് കേസുകൾ വിട്ടുതന്ന് വിജയശ്രീ ലാളിതരാകൂ മന്നാടിയന്മാരെ. I object. You shut up. ആരോരുമില്ലാത്ത അനാഥനായ എന്നെ മന്നാടിയാന്മാരുടെ കുടുംബ വക്കീലായി നിയമിച്ചു എന്ന് പറയൂ. ഈ നാട് മുഴുവൻ കേൾക്കട്ടെ. പറയുന്നില്ല. എന്ത് കണ്ടിട്ട് അയാൾ ഓരിടുന്നത്? ആരോട് ചോദിച്ചിട്ട് അയാളെ കുടുംബ വക്കീലാക്കാൻ പോകുന്നത്? ഇനി ആരോടും ഒന്നും ചോദിക്കണ്ട. അനിയത്തിയുടെ നന്മ ഒന്ന് മാത്രം കണ്ടുകൊണ്ടാ ചേട്ടന്മാർ എന്നെ ഇവിടുത്തെ വക്കീലാക്കാൻ പോകുന്നത്. തന്നോട് ആർച്ച ചോദിച്ചില്ല. ഈ നിമിഷം താൻ മന്നാടിപുരം കടവ് കടന്നോണം. ഞാൻ പോകാം, പക്ഷേ കടവ് കടക്കാതിരിക്കാൻ പോലീസ് അവിടെ പാറാവുണ്ട്. അത് മറക്കണ്ട. പുഷ്പ കേസ് വിചാരണക്കെടുക്കുമ്പോൾ വാദിഭാഗം വക്കീൽ ഞാൻ. എന്റെ കേസ് കെട്ടും എന്റെ മാനവും കൊണ്ടാവും പോയത്. വിടില്ല ഞാൻ അവനെ. വിടരുത്. നമ്മളെ അവൻ ചതിക്കായിരുന്നു അമ്മാവാ. എന്നെയും തന്നെയും അല്ല സാറിനെയും ചതിച്ച. ഡോണ്ട് വറി. അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ലടാ. 500-ന് 2 പിഴയ്ക്കുന്ന നോട്ടാ നിന്റെ കയ്യിൽ തന്നത്. അതങ്ങനെ മറക്കാൻ പറ്റില്ല. നീയേ ആ വക്കീലിന് ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവരണം. മനസ്സിലായോ? ഇതെന്ത് നേർച്ച? വക്കീലിനെ തീക്കനലിലൂടെ നടത്തിയേക്കാമെന്നോ? അതെ, കഴിവും ധൈര്യമുള്ള ഒരു വക്കീലിനെ കുടുംബ വക്കീലായി കിട്ടിയാൽ ആ വക്കീലിനെ കൊണ്ട് തീക്കാവടി ആടിക്കാമെന്ന് ഞാനാ നേർന്നത്. എന്തിനെ? വെറുതെ ഒന്നുമല്ല വീരേട്ട, ഒരു വക്കീലിനെ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഒത്തു കിട്ടിയത്. അല്ല, ഒരു സംശയമുണ്ട്. വക്കീല് കനലാട്ടം നടത്തുമോ? അയാളെ നടത്തിയില്ലെങ്കിൽ മന്നാടി ഭഗവതി എന്നോടാ കോപിക്കുക. എന്റെ തല പൊട്ടിപ്പൊയ്ക്കോട്ടെ. ആർക്കാ ഇവിടെ ഛേദം? അർച്ചേ മോളെ, കരയല്ലേ. അവനെ കൊണ്ട് കനലാട്ടമല്ല പാതാളക്കാവടി ആടിക്കുന്ന കാര്യം ഈ വീരേട്ടനേറ്റു. അത് മതി. ഹര ഹരോ ഹര ഹര. എടാ വക്കീലേ, നിന്നെ ഞാനിവിടെ കുടുംബ വക്കീലായി വാഴിക്കാം. ചടങ്ങ് കഴിയട്ടെ.